പി സി ജോർജിന് പുതിയ സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ BJP ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് വീണ്ടും സജീവ ചർച്ചകൾക്കിടയിലേക്ക് വരുന്നു. പൂഞ്ഞാറിലൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? പൂഞ്ഞാറിൽ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചേക്കാം. കാരണം PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ശക്തമായിട്ട് തന്നെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായി മാറുന്നു എന്ന് വേണം നമ്മൾ ഇതിലൂടെ കാണാൻ. കാരണം PC പറഞ്ഞ കാര്യങ്ങളെ BJP അംഗീകരിക്കുന്നത് കൊണ്ടല്ല. കാര്യങ്ങളെന്ന് പറയുന്നത് PCക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് PC പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടും അവിടെ ഒന്നും വിടാതെ അദ്ദേഹത്തെ ജയിലിൽ കിടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി പരാതി കൊടുക്കുകയും ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ജനൻ TVയിലെ ചർച്ചയിൽ അദ്ദേഹത്തെ മാക്സിമം പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വീണത് എന്ന് കൂടെ നമ്മൾ അങ്ങനെ ഒരു വാക്ക് വീണത് എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പ്രകോപിപ്പിച്ച ആൾക്കെതിരെയും കേസ് അല്ല, ഈ പ്രകോപിപ്പിച്ച ആളാണല്ലോ പരാതിക്കാരൻ, അത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതൊരു ട്വിസ്റ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ MM മണിയൊക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നാടൻ ഭാഷയിൽ നാട്ടുഭാഷയിൽ തനിനാട്ടു ഭാഷയിൽ പറയുകയാണ് എന്ന് പറഞ്ഞ് മെഴുകുന്ന ആളുകൾ PC ജോർജിൻ്റെ കാര്യത്തിൽ മാത്രം അത് കൊടുക്കാറില്ല. അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനും ഇതുപോലെ തന്നെ MM മണി ഇടുക്കിയാണല്ലോ, രണ്ടും ഏകദേശം ഒരു സ്ഥലമാണ്. എന്നിട്ടും അതിൻ്റെ ഒരു PC ജോർജ് SDPIയെ പുരയ്ക്ക് വെളിയിൽ നിർത്തുന്ന ആളാണ്. SDPI പോലുള്ള മതതീവ്ര സംഘടനകളെ തങ്ങളോടൊപ്പം ചേർത്ത് 4 വോട്ടിന് വേണ്ടി ജയിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നിട്ട് ഇറങ്ങുന്ന ആളല്ല. ദേശദ്രോഹികളാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നാക്കുകൊണ്ട് അവരെ ഒതുക്കാൻ PC അറിയാം. അത് കൈയൊന്നും വേണ്ട, നാക്ക് മതി PCയുടെ നാക്കുകൊണ്ട് PC ഒതുക്കി നിർത്തും എന്നുള്ളത് ഇനിയും പറയും. ഇറങ്ങിയ ഉടനെ പറഞ്ഞതാണ്. ദേശദ്രോഹികളായ മത തീവ്രവാദികളുണ്ടെങ്കിൽ അവർക്കെതിരെ ഇനിയും സംസാരിക്കും. അല്ല, സത്യമാണത്. കാര്യം ഈ കേരളത്തിലൊരു പ്രത്യേക പ്രശ്നമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞാൽ, സുഡാപ്പികൾക്കെതിരെ പറഞ്ഞാൽ, SDPIക്കെതിരെ പറഞ്ഞാൽ ആ സ്പോട്ടിൽ പറയും ഇസ്ലാമിനെ മൊത്തം ആക്രമിക്കുന്നേ, ഇസ്ലാമോഫോബിയ ഞങ്ങളെ മൊത്തം കുറ്റക്കാരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണമാണ്. പിന്നെ പറയുന്നത് വർഗീയത പറയുന്നു. അതെ, വർഗീയത പറയുന്നു എന്നാണ് പറയുക. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നത് പോലെ PFIയെയും ISISനെയും താലിബാനെയും പിന്നെ ലഷ്കർ ഇ തോയ്ബയെയും ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധനാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവരൊക്കെയാണോ ഇസ്ലാമിൻ്റെ വക്താക്കൾ? ഇവരൊക്കെയാണോ ഇസ്ലാമിൻ്റെ മൊത്തം അവകാശങ്ങൾ ഇവർക്ക് എഴുതി കൊടുത്തതാണോ? അങ്ങനെയാണ് കേരളത്തിലെ ആളുകളുടെ ധാരണ. ഓരോ ക്രിസ്ത്യാനിയെ പറയുമ്പോഴും ഇവർക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഈ പറയുന്ന ചില ആളുകൾ ഇതിൻ്റെ വക്താക്കളായി മാറുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്താ പറയുന്നത്? മുസ്ലിം ലീഗ് പറയുന്നത് ഇത്തരം ആളുകളെ പറയുന്നതിലൂടെ ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെക്കുകയാണ്. ഈ മീഡിയ വണ്ണിലിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവർ നിരന്തരം എല്ലാ ദിവസവും ഇത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഓർക്കില്ല. എല്ലാ ദിവസവും ഇത് പറയും, ഇസ്ലാമോഫോബിയ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മീഡിയ വണ്ണ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംഘപരിവാറിലേക്ക് കേരളത്തിൽ വന്നതെന്നാണ് ഞാൻ പറയുക. കാര്യം വെച്ചാൽ ആ ചർച്ച കണ്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന പോലെ അടുപ്പ് കൂട്ടി ചർച്ചയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവരെ എല്ലാം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ PC ജോർജ് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞതിനെയാണ് ഈ രീതിയിൽ വളച്ചൊടിച്ചത്. അദ്ദേഹം പറഞ്ഞ തെറ്റിനെ അദ്ദേഹം അംഗീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും അദ്ദേഹത്തെ ജയിലിൽ കിടത്താൻ നോക്കുകയും, പക്ഷേ അതൊക്കെ പാളിപ്പോയി. ഇദ്ദേഹത്തിന് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കാരണം കഴിഞ്ഞൊരു കാര്യത്തിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കോടതി ജാമ്യം കൊടുത്തു, അന്ന് ജയിലിൽ കിടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇങ്ങനെ വന്നു, ആശുപത്രിയിലായി, ജയിലിൽ കിടത്താൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ ആകെ നിരാശരാണ് ഇവിടുത്തെ സുഡാപ്പികളും ആളുകളും എല്ലാം നിരാശരാണ്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. കാരണം ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും, ഈ മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ അധികാരമാണ് വലുത്. കാരണം ഒരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ മുസ്ലിമിൻ്റെ കൂടെ നിൽക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പാലാ ബിഷപ്പിനെതിരായിക്കൊണ്ട് വലിയ നർക്കോട്ടിക് ജിഹാദ് പരാമർശം പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഈ പറയുന്ന ജോസ് കെ മാണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു 1-2 വാക്കുകളിൽ പ്രതിഷേധിച്ചതല്ലാതെ ശക്തമായ ഒരു പ്രതികരണം അവർ നടത്തിയില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? അപ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തങ്ങൾക്കൊപ്പം എല്ലാ കാലവും ഉറച്ചു നിൽക്കില്ല എന്ന ബോധ്യം ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ശക്തനായൊരു നേതാവിന് ആവശ്യമാണ്. അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന, ആവശ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിപ്പിക്കുന്ന ഒരു നല്ല നേതാവിന് ആവശ്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നല്ല ക്രിസ്ത്യൻ നേതാവിന് അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ
ഗോവയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് അനുകൂലമായി അവിടെയുള്ള മെജോറിറ്റി ക്രിസ്ത്യൻസ് BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആ തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല, BJPക്ക് അനുകൂലമായ കാര്യങ്ങളാണ് നിൽക്കുന്നത്. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ പറയുന്നത് പോലെ വർഗീയത എന്ന് ഇവിടെ പറയുകയല്ലാതെ പ്രത്യക്ഷത്തിൽ അവർക്ക് അത്രയൊരു പ്രയാസമില്ല. പിന്നെ മണിപ്പൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ വേറൊരു സ്ഥിതിയും വേറൊരു സിറ്റുവേഷനുമാണ്. അവിടെ ക്രിസ്ത്യൻ ഹിന്ദു പ്രശ്നമൊന്നും അല്ല. അവിടെ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് അവിടെയുള്ള കഞ്ചാവ് കൃഷിയും പിന്നെ ഈ കറുപ്പ് കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പുറത്ത് നടക്കുന്ന ചില അടിത്തട്ടിൽ നടക്കുന്ന ചില രാഷ്ട്രീയ പ്രചാരണങ്ങളുടെയും എതിർ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ മണിപ്പൂരിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഇവിടെ ക്രിസ്ത്യൻ വേട്ടയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്ന്. രണ്ടാമത്തത്, കേരളത്തിലെ റബ്ബറിൻ്റെ വിലയുണ്ട്. ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മലയോര കർഷകരാണ് ഭൂരിഭാഗം ആളുകൾ. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അത്തരം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താനൊക്കെ PC ജോർജിനെ പോലൊരു നേതാവിന് ശേഷിയുണ്ട്. PC ജോർജ് മാത്രമല്ല, ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട് അവിടെ. കാരണം PCയോ ഷോണോ, PCയും ഷോണും രണ്ടും നല്ല ആർജവമുള്ള നേതാക്കന്മാരാണ്. അവർക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന നേതാക്കന്മാരാണ് എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ, ഈ പറയുന്ന ഹാർഡ് കോർ പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ക്രിസ്ത്യാനികൾ തീർത്ത് PC ജോർജ് പറഞ്ഞ കാര്യത്തോട്, അതായത് ഞാൻ പറഞ്ഞ ഇവരെ എന്താണ് ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാക്കുപിഴ അംഗീകരിക്കുന്നൊന്നല്ല, അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെ അവരും അംഗീകരിക്കുന്നുണ്ട്. അത് നമുക്ക് പല പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരൊറ്റ ബിഷപ്പുമാർ പോലും PC ജോർജിനെതിരെ സംസാരിച്ചോ? PC ജോർജിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് PC പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ പല സമയത്ത് പല അച്ഛന്മാർ ഇറങ്ങി വന്ന് സംസാരിക്കാറുണ്ട്. എങ്ങനെ നേതാക്കന്മാർ ഇങ്ങനെ പറയാൻ പാടില്ല, വർഗീയത പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കേരളത്തിൽ നടക്കുന്ന ഈ സംഭവം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സഭയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട അവരുടെ ആത്മീയ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താഞ്ഞത്. അപ്പോൾ അതൊക്കെ BJP തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ PC ജോർജിനെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിന്ന് ദേശീയ ഉപാധ്യക്ഷനിലേക്ക് കൊണ്ടുപോവുകയും ഒരു ദേശീയ മുഖമായി PC ജോർജ് മാറുകയും ചെയ്താൽ അതിൻ്റെ ഗുണം ആർക്കാ ലഭിക്കുക? കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് BJPക്ക് കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി അതിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യതയാണ് വർദ്ധിക്കുന്നത്. അത്തരത്തിലൊരു സാധ്യത വിട്ടുകളയാൻ BJP എന്തായാലും തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ PC ജോർജിന് ഒരു നല്ല ഉന്നതമായ ഒരു സ്ഥാനം കൊടുക്കുകയും ഷോൺ ജോർജിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ MLA ആയി BJP മത്സരിപ്പിക്കുകയും ചെയ്യും. ഷോൺ ജോർജിനും സംസ്ഥാന തലത്തിൽ നല്ലൊരു സ്ഥാനം കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് എന്തെങ്കിലും എതിരെ അഭിപ്രായമോ മറ്റു കാര്യങ്ങളുണ്ടോ? എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. PC ജോർജിനെ കൈവിടാനൊന്നും അല്ലെങ്കിൽ PC ജോർജിനെ മാറ്റി നിർത്താനൊന്നും BJP ശ്രമിക്കില്ല. കാരണം PC പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പറയണം എന്നാഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു വിഭാഗം. കാരണം ഏത് മതത്തിലാണെങ്കിലും മത തീവ്രവാദികൾ ഉണ്ടായാൽ അത് രാജ്യത്തിന് ദ്രോഹം ഉള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത്തരം ആൾക്കാരെ മാറ്റി നിർത്തുക തന്നെ വേണം എന്ന് PC മാത്രമല്ല, കേരളത്തിലെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒന്നടങ്കമുള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പറയുമ്പോൾ PC ഒറ്റപ്പെടുകയില്ല. അത് BJPക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് PCയോ മകനോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കുകയും ചെയ്യും. കാരണം അവർക്ക് അത്രത്തോളമാണ് ജന പങ്കാളിത്തം. PC ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഐക്യദാർഢ്യ പ്രഖ്യാപനവും PCക്കൊപ്പം ഉണ്ടായ ആളുകളും PC അനുകൂലിച്ചുകൊണ്ട് വാർത്തകൾ ഇടുമ്പോൾ അതിൻ്റെ ആ വാർത്തകൾക്ക് കിട്ടുന്ന പ്രാധാന്യമൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും PCക്ക് എത്രത്തോളം ജനപിന്തുണ ഉണ്ട് എന്നുള്ളത്. എന്തായാലും BJP വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ PCയെ പരിഗണിക്കുന്നത് ചുമ്മാതല്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും.